Measurements, observables, and the uncertainty relation. First of all, we are discussing measurements. So we already developed the mathematics of Ket spaces. We are now in a position to discuss the quantum theory of measurement process. So by the words of P.A.M. Dirac, a measurement always causes the system to jump into an eigenstate of the dynamical variable that is being measured. So what does this means? So we interpret the Dirac word as follows. Before a measurement of observed A is made, the system is assumed to be represented by some linear combination. That is, Ket alpha is equal to summation over A prime C A prime Ket A prime, where C A prime is the complex coefficient, and it is given by, what is the equation of CA prime? It is bra A prime Ket alpha. So Ket alpha will become summation over A prime Ket A prime bra A prime Ket alpha. Put it as equation number 1. സോ മെഷർമെൻറ്റ് നമ്മൾ ഒബ്സർവബിൾസ് പറഞ്ഞൂലേ, ഒബ്സർവബിൾസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ മൊമെൻറ്റം അതല്ലെങ്കിൽ സ്പിൻ കമ്പോണൻ്റ് ഒക്കെ പോലെയുള്ള ഒബ്സർവബിൾസ് നമ്മളതിനെ ഓപ്പറേറ്റേഴ്സായിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ മെഷർ ചെയ്യണം. മെഷർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെയാണ്. സപ്പോസ് നമ്മളെടുത്തത് സിൽവർ ആറ്റമാണ്. അപ്പോൾ സിൽവർ ആറ്റത്തിൻ്റെ അതിലുള്ള പാർട്ടിക്കിൾസ്, അതായത് ആറ്റത്തിൻ്റെ എന്താണ് സ്പിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആ സിസ്റ്റത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സിസ്റ്റം ഇരിക്കുന്ന അതേപോലെ അല്ല നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സംഭവിക്കുക. നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഒരു ജാറിൽ വെള്ളം ഉണ്ടെച്ചാൽ നമ്മളതിനെ അളക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, നമ്മളെ ടച്ച് കൊണ്ട് തന്നെ ആ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആയി. അപ്പോൾ അത് മെഷർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേറ്റിലല്ല ആ സിസ്റ്റം മെഷർ ചെയ്തതിന് ശേഷം ഉണ്ടാവുക. അപ്പോൾ മെഷർ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ എയ്ഗൻ സ്റ്റേറ്റിലേക്ക് ആ സിസ്റ്റം ജമ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എയ്ഗൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദ ഔൺ സ്റ്റേറ്റ്സ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന് പല സ്റ്റേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് സിസ്റ്റം ജമ്പ് ചെയ്യുന്നു വെൻ എ മെഷർമെൻറ്റ് ടേക്സ് പ്ലേസ്. സോ അതിന് നമ്മുടെ വേർഡ്സിൽ പറയുമ്പോൾ ഒരു മെഷർമെൻറ്റ്, ദ മെഷർമെൻറ്റ് ഓഫ് ഒബ്സർബിൾ എ ബിഫോർ എ മെഷർമെൻറ്റ് ഓഫ് ഒബ്സർബിൾ എ ഈസ് മെയ്ഡ്. എന്താണ് സിസ്റ്റം, എങ്ങനെയാണ് സിസ്റ്റം സാധാരണ ഇരിക്കുന്ന സ്റ്റേറ്റ് ആണ്. സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ Ket alpha വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ആ Ket alpha എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ പറഞ്ഞു എല്ലാ എയ്ഗൻ കെറ്റുകളുടെയും ഒരു സൂപ്പർ ഇമ്പോസ്ഡ് സ്റ്റേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഷ്രോഡിഞ്ചർ കാറ്റ് ഒരു ഫേമസ് എക്സാമ്പിളാണ് ഷ്രോഡിഞ്ചർ കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഫിഗറൊന്നും ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഇല്ല, 3D പിക്ചറൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഈ ഷ്രോഡിഞ്ചർ കാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഒരു കാറ്റ് ഉണ്ട്, തൽക്കാലം കാറ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ടാവും. ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന് അതിൻ്റെ മുകളിലൊരു ഹാമർ ഉണ്ടാവും. അപ്പോൾ ഹാമർ ഈ അതേപോലെ തന്നെ GM കൗണ്ടർ, അതായത് ഗീഗർ മുള്ളർ കൗണ്ടർ ഉണ്ടാവും. എന്തിനാണ്, റേഡിയേഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണമുണ്ട്. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് റേഡിയോ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ GM കൗണ്ടർ അല്ലെങ്കിൽ ഈ ഗീഗർ കൗണ്ടർ റേഡിയേഷനെ മെഷർ ചെയ്യുകയും ഈ ഹാമർ വീഴും. അപ്പോൾ എന്താ നടക്കണം, അവിടെ റേഡിയേഷൻ നടക്കണം. ഹാമർ എങ്ങനെ വീഴുക, ഈ പൂച്ചയുടെ തലയ്ക്കാണ് വീഴുക, അതായത് പൂച്ച ചത്തുപോകും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ ഇത് ഐസൊലേറ്റഡ് സിസ്റ്റമാണ്, അത് അടച്ചു വെച്ചിരിക്കുകയാണ്, നമുക്കറിയില്ല. അപ്പോൾ സോ അവർ സിസ്റ്റം ഈസ് ദാറ്റ് കാറ്റ്. 2 പ്രോബബിലിറ്റിയാണ് പൂച്ചയ്ക്കുള്ളത്. ഒന്നുകിൽ അത് ജീവനോടെ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ജീവനോടെ, അതായത് ചത്തിട്ടുണ്ടാവും. അങ്ങനെ 2 പ്രോബബിലിറ്റിയാണ്, അല്ലെങ്കിൽ 2 കേസാണ്, 2 സ്റ്റേറ്റാണ്. അപ്പോൾ ആ സിസ്റ്റത്തിന് 2 സ്റ്റേറ്റാണ്, പൂച്ച ജീവനോടുള്ളതും പൂച്ച ഡെഡായതും. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷർ ചെയ്യണില്ല, അതായത് നമ്മൾ തുറന്ന് നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്റ്റേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നതിന് തുല്യമാണല്ലോ.
അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കുന്നതിന് മുന്നേ നമുക്കറിയില്ല പൂച്ചയുടെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. സോ ക്വാണ്ടം മെക്കാനിക്കലി എന്താണ് പറയുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുന്നേ ഈ പൂച്ചയുടെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് ഓൾ ദ ഏഗൻ സ്റ്റേറ്റ്. അതായത് പൂച്ച ഡെഡ് ആവാനും പൂച്ച ജീവനോടിരിക്കാനും ഉള്ള ആ സാധ്യതകളുടെ ലീനിയർ കോമ്പിനേഷനാണ് ആയിട്ടാണ് ആ സിസ്റ്റം അവിടെ ഇരിക്കുന്നുണ്ടാവുക. സോ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സും അതേപോലെ നമ്മുടെ മാക്രോസ്കോപ്പിക് മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് തമ്മിലുള്ള ഒരു വിയേർഡായിട്ടുള്ളൊരു എക്സാമ്പിളാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പെട്ടി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂച്ച ജീവനോടെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ജംപ്ഡ് ടു വൺ ഓഫ് ദ ഏഗൻ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. കണ്ടോ, ആ സിസ്റ്റത്തിന് 2 ഏഗൻ സ്റ്റേറ്റ് ആണുള്ളത്, ഡെഡ് ആവുക അല്ലെങ്കിൽ ലീവ്, അതായത് ജീവിക്കുക. അപ്പോൾ അതിൻ്റെ ലീവ് എന്ന് പറയുന്ന ഏഗൻ സ്റ്റേറ്റിലേക്ക് സിസ്റ്റം ജമ്പ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ വായിച്ച് നോക്കാം. കുറേ മോഷൻ 3D ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട് നെറ്റിൽ. ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെയാണ് എന്തെന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കെറ്റ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ആ കെറ്റ് ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് ലീനിയർ കോമ്പിനേഷൻ, മാത്തമാറ്റിക്കലി പറയുമ്പോൾ ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ, ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ഏഗൻ സ്റ്റേറ്റ്. അപ്പോൾ ആ ഏഗൻ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കെറ്റ് എ പ്രൈം ഒബ്സർവബിൾ എ ആണല്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ കെറ്റ് എ പ്രൈം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എ പ്രൈം എ ഡബിൾ പ്രൈം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിന്ന് സമ്മേഷൻ ഓവർ എ പ്രൈം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. സോ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, സി എ പ്രൈമിൻ്റെ വാല്യൂ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡൗട്ടുള്ളവർക്ക് നോക്കാം. ഇറ്റ് ഈസ് ബ്രാ എ പ്രൈം കെറ്റ് ആൽഫ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ സി എ പ്രൈമിൻ്റെ വാല്യൂ എന്നൊക്കെ നമ്മൾ ശരിക്കും അങ്ങോട്ട് നമ്മുടെ മനസ്സിൽ തറവായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കെറ്റ് ആൽഫ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്. സോ അതിൻ്റെ കെറ്റാണ് എന്ത് കെറ്റ് എ പ്രൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റാണ് നമ്മൾ നോക്കുന്നത്, സി എ പ്രൈം. സോ ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കണം, ബ്രാ എ പ്രൈം, അതായത് ഏഗൻ സ്റ്റേറ്റിൻ്റെ ബ്രായും ഇന്നർ പ്രൊഡക്റ്റ് വിത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്. അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇങ്ങനെ വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. സോ നമ്മൾ ഈ കാറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു മെഷർമെൻറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി ആ പെട്ടി തുറക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ദ സിസ്റ്റം ഈസ് ത്രോൺ ഇൻ ടു, ആ സിസ്റ്റം എറിയപ്പെടുകയാണ്, അങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് ത്രോൺ ഇൻ ടു വൺ ഓഫ് ദ ഏഗൻ സ്റ്റേറ്റ്. നമ്മൾ തുറന്നപ്പോൾ പൂച്ച ജീവനോടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഏഗൻ സ്റ്റേറ്റിലേക്കാണ് മാറിയത്. കണ്ടോ, ഇതിൽ തന്നെ ഇപ്പം ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിന് 2 പോസിബിലിറ്റി ആണുള്ളത്, 2 സ്റ്റേറ്റ് ആണുള്ളത്, ഒന്ന് ഡെഡ് ആവുക, ഒന്ന് ലീവ് ആവുക എന്നുള്ളത്. അപ്പോൾ രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ് അല്ലെങ്കിൽ കെറ്റുകളാണ്. എന്ന് വെച്ചാൽ ഡെഡ് ആണ് എന്നുണ്ടെങ്കിൽ പൂച്ച ഒരിക്കലും ജീവിക്കുക, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മരിക്കില്ല. മനസ്സിലായോ? രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഒരു തരത്തിലും ചേരാത്ത 2 ഏഗൻ കെറ്റുകളാണ് അപ്പം അതിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഓർത്തോഗണൽ പ്രോപ്പർട്ടി പറഞ്ഞല്ലോ, ഓർത്തോഗണൽ പ്രോപ്പർട്ടി ഓഫ് ഏഗൻ കെറ്റ്സ് എന്തായിരുന്നു, ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ വാല്യൂസ് റിയൽ ആയിരിക്കും, അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻ്റ് ഏഗൻ കെറ്റ്സ് എന്ന് പറയുന്നത് ഓർത്തോഗണലായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ തിയറി. അപ്പോൾ ആ ഓർത്തോഗണൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, ഇതിൻ്റെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൾട്ടർനേറ്റീവ്സ് ആണ് ഇതിൻ്റെ ഏഗൻ കെറ്റുകൾ എന്ന് പറയുന്നത്. ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മറ്റേ പോസിബിലിറ്റി പിന്നെ ഉണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ, I think the concept is clear. So anyway, coming to our discussion. So when the measurement is performed, the system is thrown into one of the eigenstates or ket A prime of the observable. അപ്പോൾ നമുക്കതിനെ എങ്ങനെ ഒന്ന് എഴുതാം, കെറ്റ് ആൽഫ എന്ന് പറയുന്നത് എ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ എ മെഷർ ചെയ്യാന്നാണ് കേട്ടോ. എ എന്ന് പറയുന്ന ഒബ്സർവബിൾ മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കെറ്റ് ആൽഫ എന്ന് പറയുന്നതാണ് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ത്രോൺ ഇൻ ടു വൺ ഓഫ് ദ ഏഗൻ കെറ്റ് ഓർ ഏഗൻ സ്റ്റേറ്റ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ കെറ്റ് എ പ്രൈം. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. സോ എ ഈസ് മെഷർ ടു ബി. അപ്പോൾ ആ സമയത്ത് ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ എന്താണ് ഈ എ പ്രൈം എന്ന് പറയുന്ന
വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുക അല്ലേ, എയ്ഗൻ വാല്യൂ. അത് എയ്ഗൻ കെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ വെൻ ദ സ്റ്റേറ്റ് ഈസ് ഓൾറെഡി ഇൻ വൺ ഓഫ് ദ എയ്ഗൻ കെറ്റ്സ് ഓഫ് ദ ഒബ്സർവ്ഡ് ബീങ് മെഷേർഡ്. അതൊരു എക്സെപ്ഷണൽ കേസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കെറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓൾറെഡി അത് ഡെഡായി എന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ ഡെഡ് സ്റ്റേറ്റ്. സോ ദ സ്റ്റേറ്റ് ഈസ് ഓൾറെഡി ഇൻ വൺ ഓഫ് ദ എയ്ഗൻ കെറ്റ് അല്ലെങ്കിൽ എയ്ഗൻ സ്റ്റേറ്റ്. മനസ്സിലായി? നമ്മൾ പറഞ്ഞു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് എടുക്കുന്നത്, പക്ഷേ ഓൾറെഡി ഇറ്റ് ഡൈഡ്, ഹാമർ വീണു, ആ പൂച്ച ചത്തു. അപ്പോൾ അതെന്താണ്, അതിൻ്റെ വൺ ഓഫ് ദ എയ്ഗൻ സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ എയ്ഗൻ കെറ്റിലാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ അതല്ലേ നമ്മൾ സ്വാഭാവികമായിട്ട് മെഷർ ചെയ്യുള്ളൂ. ആ എയ്ഗൻ കെറ്റ് അല്ലെങ്കിൽ ആ എയ്ഗൻ സ്റ്റേറ്റാണ് നമ്മൾ പിന്നെ നാച്ചുറലി നമ്മൾ മെഷർ ചെയ്യാതായിരിക്കും. സോ അതാണ് പറയുന്നത് വെൻ ദ സ്റ്റേറ്റ് ഈസ് ഓൾറെഡി ഇൻ വൺ ഓഫ് ദ എയ്ഗൻ സ്റ്റേറ്റ്സ് ഓഫ് ദ ഒബ്സർവർ ബീങ് മെഷേർഡ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ കെറ്റ് എ പ്രൈം, കെറ്റ് ആൽഫ അല്ല, പിന്നെ അവിടെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഈസ് ഓൾറെഡി കെറ്റ് എ പ്രൈം. സോ എ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുക, കെറ്റ് എ പ്രൈം തന്നെയാണ് കിട്ടുക. ഓക്കെ, നമ്മൾ എ എന്ന് പറയുന്ന ഒബ്സർവ്ഡ് മെഷർ ചെയ്യുന്ന സമയത്ത് എ ഈസ് മെഷേർഡ് ടു ബി എ പ്രൈം. ദ റിസൾട്ട് ഓഫ് ദ മെഷർമെൻറ്റ് yield one of the eigen values of the observable being measured. So in our case നമ്മൾ സിൽവർ ആറ്റത്തിൻ്റെ സ്പിന്നാണ് പറഞ്ഞത്. സോ ദ സിൽവർ ആറ്റം വിത്ത് ആൻ ആർബിട്രറി spin orientation will change into either SZ plus or SZ minus when subjected to Stern-Gerlach apparatus of type SGZ. അപ്പോൾ നമ്മൾ സ്റ്റേൺ-ഗെർലാക്ക് എക്സ്പെരിമെൻറ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാത്തവർ നന്നായിട്ട് ഒന്ന് നോക്കുക, അതായത് പഠിക്കുക. അപ്പോൾ അതിലെന്താണ്ടായിരുന്നത്, ഒരു ബീം ഓഫ് സിൽവർ ആറ്റംസ് എന്ത് ചെയ്തു, SG സ്റ്റേൺ-ഗെർലാക്ക് അപ്പാരറ്റസിലൂടെ കടത്തി വിട്ടു. സ്റ്റേൺ-ഗെർലാക്ക് അപ്പാരറ്റസിൽ എന്താ വെച്ചിരിക്കുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സെഡ് ഡയറക്ഷനാണ് നമ്മൾ കൊടുത്തത് അല്ലേ. അപ്പോൾ സെഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോൾ എന്തുണ്ടായി, ഇതിൻ്റെ സ്പിന്നുകളെല്ലാം ഒന്നുകിൽ പ്ലസ് ആയിട്ടോ അല്ലെങ്കിൽ അത് ഒന്നുകിൽ അപ്പ് സ്റ്റേറ്റ്, സെഡിന് അലോങ് ആയിട്ട് ഒന്നുകിൽ അപ്പ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡൗൺ സ്റ്റേറ്റ് ആയിട്ട് സ്പ്ലിറ്റായി. എന്നിട്ട് അതാണ് നമുക്ക് എന്ത് കിട്ടുക, റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടണത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ റാൻഡം ഓറിയേഷൻ ഉണ്ടായിരുന്ന സിസ്റ്റം അതായിരുന്നു അതിൻ്റെ കെറ്റ് ആൽഫ അല്ലേ, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ ആ സ്റ്റേൺ-ഗെർലാക്ക് എന്ന് പറയുന്ന അപ്പാരറ്റസ് അപ്പോൾ അവിടെ എന്താ ചെയ്യണത്, ഇറ്റ് മെഷേഴ്സ് ദ സ്പിൻ അല്ലേ. അപ്പോൾ അത് ഏതോ ഒരു അതിൻ്റെ എയ്ഗൻ സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്തു, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ത്രോൺ ഇൻ ടു വൺ ഓഫ് ദ എയ്ഗൻ കെറ്റ്സ് നമുക്ക് പറയാം. അപ്പോൾ ഒന്നുകിൽ അത് SZ പ്ലസിലേക്ക് ത്രോൺ ചെയ്യും അല്ലെങ്കിൽ SZ മൈനസിലേക്ക് ത്രോൺ ചെയ്യും വെൻ സബ്ജക്റ്റഡ് ടു സ്റ്റേൺ-ഗെർലാക്ക് അപ്പാരറ്റസ് ഓഫ് ടൈപ്പ് SGZ നമുക്ക് പറയാം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ മെഷർമെൻറ്റ് യൂഷ്വലി ചേഞ്ചസ് ദ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സെപ്ഷണൽ കേസ് നമ്മൾ പറഞ്ഞു, അത് ഓൾറെഡി അതിന് വൺ ഓഫ് ദ എയ്ഗൻ കെറ്റ് ആണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എ പ്രൈം തന്നെ കിട്ടും, അതിൻ്റെ എയ്ഗൻ കെറ്റ് തന്നെയാണ് കിട്ടുക. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ്ങുള്ള എയ്ഗൻ വാല്യൂവും കിട്ടും എന്ന് പറഞ്ഞു. സോ വി പോസ്റ്റുലേറ്റ് ദാറ്റ് ദ പ്രോബബിലിറ്റി, ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്നുള്ള പറയുന്ന ടേം, പ്രോബബിലിറ്റി മീൻസ് സാധ്യത അല്ലേ. സോ വി പോസ്റ്റുലേറ്റ് ദാറ്റ് ദ പ്രോബബിലിറ്റി ഫോർ ജമ്പിങ് ഇൻ ടു സം പെർട്ടിക്കുലർ കെറ്റ് എ പ്രൈം ഈസ് ഗിവൻ ബൈ, അത് ഏതെങ്കിലും ഒരു എയ്ഗൻ സ്റ്റേറ്റിലേക്ക്, ഇപ്പോൾ ഇവിടെ കെറ്റ് എ പ്രൈം അല്ലേ, അപ്പോൾ എയ്ഗൻ കെറ്റിലേക്ക് ജമ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റീനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പ്രോബബിലിറ്റി ഫോർ എ പ്രൈം, അതായത് എ പ്രൈം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് ബ്രാ എ പ്രൈം കെറ്റ് ആൽഫ സ്ക്വയർ ആണ്. സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 4 where provided that ket alpha is normalized. So we have been talking about a single physical system to determine probability. Ket alpha എന്ന് പറയുന്നത് സിംഗിൾ ഒരു സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ എംപിറിക്കലി we must consider a great number of measurements performed on an ensemble. A great number of measurements should performed on an ensemble. എങ്കിൽ മാത്രമേ നമുക്ക് എംപിരിക്കലായിട്ടൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻസെമ്പിൾ എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്, എൻസെമ്പിൾ ഇസ് എ കളക്ഷൻ ഓഫ് ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് ഫിസിക്കൽ സിസ്റ്റം. ഓക്കെ, അതിനാണ് എൻസെമ്പിൾ എന്ന് പറയുക. അതിനെ പ്യുവർ എൻസെമ്പിൾ മീൻസ് all characterized by the same ket alpha are called pure ensemble. അപ്പോൾ നമ്മുടെ സിൽവർ ആറ്റം, എ ബീം ഓഫ് സിൽവർ ആറ്റം
which survive the first SGZ apparatus with SZ minus component blocked is an example of pure ensemble. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കാം, നമ്മുടെ ഒരു ബീം ഓഫ് സിൽവർ ആറ്റംസ് ഉണ്ട്, അത് സ്റ്റേൺകെർലാക്ക് കൂടെ കടന്നുപോയി. അപ്പോൾ സെഡ് ഡയറക്ഷനാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഓടുകയും ചെയ്യും? സ്പിൻ എന്ന് പറയുന്നത് സെഡിന് ഒന്നുകിൽ SZ പ്ലസ് ബീം കിട്ടും, അല്ലെങ്കിൽ SZ മൈനസ് ബീം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ SZ മൈനസ് ബ്ലോക്കും ചെയ്തു. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ഈ SZ പ്ലസ് എന്ന് പറയുന്ന ബീം എന്താണ്? ഇറ്റ് ഈസ് പ്യൂർ എൻസെമ്പിൾ. കാരണം എന്താണ്? ഓരോ ആറ്റം കറസ്പോണ്ട്സ് ടു സിംഗിൾ സിസ്റ്റം. പക്ഷെ നമ്മൾ അല്ലേ ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് കുറേ നമ്പർ ഓഫ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്? പ്യുവർ എൻസെമ്പിളാണ്. വിത്ത് എന്താണ് കെറ്റ് സെഡ് SZ പ്ലസ് എന്ന് പറയുന്ന സ്റ്റേറ്റാണ് ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്? ഒരു പ്യുവർ എൻസെമ്പിളിന് എക്സാമ്പിളാണ്. ഓക്കെ, പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എൻസെമ്പിളിൽ നമ്മൾ കുറേ അധികം മെഷർമെൻറ്റ്സ് നടത്തണം, എന്നാലേ നമുക്ക് പ്രോബബിലിറ്റി അറിയാൻ പറ്റൂ. സോ to determine the probability empirically we must consider a great number of measurements performed on an ensemble. So the probabilistic interpretation is the fundamental postulate of quantum mechanics, so it cannot be proven. That is modulus of ket a prime, modulus of phi a prime ket alpha the whole square. It is the fundamental postulate of quantum mechanics, or it is the probabilistic interpretation, so it cannot be proven. Anyway, suppose the state ket is ket a prime. Suppose the state ket is ket a prime itself, even before a measurement is made, then according to 4, അതായത് so this is the probabilistic interpretation. So according to the probabilistic interpretation, the probability for getting a prime or for being thrown into ket a prime എന്താ കിട്ടുക നമുക്ക്? ഇറ്റ് ഈസ് പ്രഡിക്റ്റഡ് ടു ബി 1. നമ്മൾ ഇക്വേഷൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പ്രോബബിലിറ്റി ഫോർ ഗെറ്റിംഗ് എ പ്രൈം ആണ്. സോ മെഷർമെൻറ്റ് നടക്കുന്നതിന് മുന്നേ തന്നെ സിസ്റ്റം വൺ ഓഫ് ദി എയ്ഗൻ കെറ്റിൽ അല്ലെങ്കിൽ എയ്ഗൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് കെറ്റ് എ പ്രൈമിലേക്ക് ത്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പം നമ്മൾ ബ്രായ് എ പ്രൈം എന്ന് വെച്ചിട്ട് ആ പ്രോബബിലിറ്റീനെ നമ്മൾ ഏതിലേക്കാണോ ത്രോൺ ചെയ്യപ്പെടുന്നത് അതിന് നമ്മൾ ബ്രായ് ആയിട്ട് എഴുതി. ദെൻ അത് ഓൾറെഡി ഉണ്ടായിരുന്ന സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റാണ് നമ്മൾ കെറ്റായിട്ട് എഴുതുന്നത്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഓൾറെഡി കെറ്റ് എ പ്രൈമിലാണ് അല്ലേ. സോ എന്താണ് ദിസ് ഇന്നർ പ്രൊഡക്റ്റ് ഈസ് 1. 1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെ വരും നമുക്ക്. അപ്പോൾ ദ പ്രോബബിലിറ്റി നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. സോ ബൈ മെഷറിങ് എ വൺസ് അഗെയിൻ നമുക്ക് എന്ത് തന്നെ കിട്ടുക? വി ഗെറ്റ് ഓഫ് കോഴ്സ് ഗെറ്റ് എ പ്രൈം. സോ നമുക്ക് എന്ത് പറയാം? റിപ്പീറ്റഡ് മെഷർമെൻറ്റ് ഓഫ് ദ സെയിം ഒബ്സർവബിൾ ഇൻ സക്സഷൻ ഈൽഡ് ദ സെയിം റിസൾട്ട്. ഈ സക്സസീവായിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വാട്ട് അത് അടുപ്പിച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇപ്പോൾ നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് കെറ്റ് എ പ്രൈമിലുള്ള കേസാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓൺ ദ അതർ ഹാൻഡ് if the system is initially characterized by ket a prime, then the probability for the system to be thrown into some of other eigen ket a double prime. അപ്പോൾ ket a double പ്രൈമിലേക്ക് ത്രോൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സിസ്റ്റം ഓൾറെഡി എങ്ങനെ ഇരിക്കുന്നത്? ket a പ്രൈമിലാണ് ഇരിക്കുന്നത്. വൺ ഓഫ് ദ eigen കെറ്റിലാണ് ഇരിക്കുന്നത്. വേർ a double prime not equal to a prime. ദാറ്റ് ഈസ് അതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ ആ പൂച്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ പൂച്ച ഡെഡായി എന്ന് പറഞ്ഞപ്പോൾ ഡെഡും അത് ലൈവും ആണ് രണ്ട് എയ്ഗൻ കെറ്റുകൾ. സോ ഇഫ് ഇറ്റ് ഈസ് ഡെഡ് പിന്നെന്താ പറയണത്? നമ്മൾ ഒരു പ്രാവശ്യം കൂടി മെഷർ ചെയ്യുകയാണ്. അപ്പോൾ അത് പിന്നെ ജീവനോട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ 0 അത് വേറൊരു എയ്ഗൻ കെറ്റിലേക്ക് ത്രോൺ ചെയ്യപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. വേർ a double prime not equal to a prime. So the probability for
getting a double prime is modulus of a double prime get a prime square that is equal to 0. നമ്മൾ അതിൻ്റെ ഓർത്തോഗണാലിറ്റി കേസ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഓർത്തോഗണാലിറ്റി ബിറ്റ്വീൻ പറഞ്ഞല്ലോ, രണ്ട് ഈഗൻ ഗെറ്റുകൾ ഡിഫറെൻറ്റ് ഈഗൻ ഗെറ്റ്സ് ആർ ഓർത്തോഗണൽ ഫോർ എ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. So in the point of view of measurement theory, orthogonal gets correspond to mutually exclusive alternatives, as we already discussed. So if, for example, if a spin half system is in ket SZ semicolon plus, അതായത് z component of spin എന്ന് പറയുന്നത് അപ്പ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഇൻ ket SZ മൈനസ്. അപ്പ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സ്പിൻ എന്ന് പറയുന്ന അപ്പ് സ്റ്റേറ്റിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് ഇൻ SZ മൈനസ്. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് വിത്ത് സെർട്ടനിറ്റി. സോ ദാറ്റ് ഈസ് എന്താണ്, ഈ ket SZ പ്ലസ് എന്ന് പറയുന്നതും ket SZ മൈനസ് എന്ന് പറയുന്നത് എന്താണ്, ഓർത്തോഗണലാണ്. നമ്മുടെ തിയറത്തിൻ്റെ ഫിസിക്കൽ മീനിങ് മനസ്സിലായല്ലോ. സോ ജനറലി പ്രോബബിലിറ്റി ഫോർ എനിത്തിങ് മസ്റ്റ് ബി നോൺ നെഗറ്റീവ്. അതേപോലെ തന്നെ the probabilities for the various alternative possibility must add up to unity. അപ്പോൾ മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഏത് ഏഗൻ ഗെറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആയാലും എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടാൻ പാടുള്ളൂ, ഇറ്റ് ഷുഡ് ബി 1 or unity. ഓക്കെ.